മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ല. അത് സുന്നിയാണോ, അതല്ല ലീഗുകാരനാണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ടവരാണോ എന്നല്ല, എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. അങ്ങനെ വന്നാൽ ഈ വക്കീലന്മാരെയൊക്കെ പിരിച്ചുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാ മേഖലയിലും SDP-യുടെ പ്രവർത്തകർ കടന്നു വരുന്നതിനെ തുളച്ചു കയറി അല്ലെങ്കിൽ എന്താ പറയുക വേറൊരു രീതിയിൽ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അനാവശ്യമായ ചില പ്രയോഗങ്ങളും ചില ചർച്ചകളും ഉണ്ടാക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, പാർട്ടിയുടെ നയപ്രഖ്യാപനത്തോടുകൂടി പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാ പാർട്ടിക്കും ഉണ്ട് പ്രത്യയശാസ്ത്രം. ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം സാമൂഹ്യ ജനാധിപത്യമാണ്. ആ സാമൂഹ്യ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഭയമില്ലാണ്ട് ജീവിക്കണം. രാജ്യത്തെ ജനങ്ങൾക്ക് പൗരന്മാർക്ക് പട്ടിണിയില്ലാണ്ട് ജീവിക്കണം. ഇന്ത്യ രാജ്യത്ത് ഈ പാർട്ടി രൂപം കൊണ്ടിട്ട് 14ാമത്തെ വർഷമാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് പട്ടിണിയുള്ളവരുണ്ട്, വിശപ്പിൽ നിന്ന് മോചിതരാകേണ്ടവരുണ്ട്. ഇന്ന് പുതിയ കണക്ക് വന്നിരിക്കുന്നു, 13 കോടി ജനം ഇന്ത്യ രാജ്യത്ത് പട്ടിണിയിലാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത ജനം ഇന്ത്യ രാജ്യത്ത് 13 കോടി. അവിടെയാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പ്രസക്തി. ഇവിടെ ഞങ്ങൾ ആർക്കുമെതിരല്ല. ഒരു രാജ്യദ്രോഹ പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കട്ടെ. ഇവിടെ ആദ്യം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇന്നത്തെ മന്ത്രി മുഹമ്മദ് റിയാസും ഞാനുമായിട്ട് ഒരു ചർച്ചയ്ക്കിരുന്നു. ഒരിക്കൽ ഒരു ചാനൽ ചർച്ചയിൽ മുഹമ്മദ് റിയാസ് പറഞ്ഞത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഫണ്ട് വരുന്നുണ്ട്. ഞാൻ മുഹമ്മദ് റിയാസിനോട് പറഞ്ഞു, അന്ന് സഖാവേ നിങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുന്നു, ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ലാത്ത, ഞങ്ങളെ അങ്ങേറ്റം ജയിലിലാക്കണം, ഞങ്ങളെ അങ്ങേറ്റം കൊന്നെടുക്കണമെന്ന് താല്പര്യമുള്ളവരാണ് കേന്ദ്രം ഭരിക്കുന്നവർ. നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറ ഇതൊന്ന് അന്വേഷിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ കേന്ദ്രത്തെ കൊണ്ട് അന്വേഷിപ്പിക്കുക. ഇവര് രണ്ടു കൂട്ടരും അന്വേഷിച്ചിട്ട് SDP-ക്ക് അമിതമായ ഫണ്ട് വരുന്നില്ല എന്ന്, കള്ളപ്പണമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ മുഹമ്മദ് റിയാസ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള പ്രസ്ഥാനം വിട്ടിട്ട് SDP അംഗത്വമെടുക്കാൻ നട്ടലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാവത്തി അവിടെയും കള്ളത്തരമല്ലേ പ്രചരിപ്പിക്കുന്നത്, നുണയല്ലേ പ്രചരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ വരാം, SDP-യുടെ സർവ്വവിധ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഞാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാം, നിങ്ങൾ ഇത് തെളിയിക്കുകയാണെങ്കിൽ. വെല്ലുവിളിക്കുമ്പോ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകണം. വെറുതെ വല്ലയിടത്തും നിന്ന് വല്ലതും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെ എന്തുകൊണ്ടാ ഇവിടെ ഫാസിസ സംവിധാനം വരുന്നത്? ആയുധമായിട്ടൊന്നുമല്ല, അത് സൈന്യങ്ങളും ആയുധങ്ങളും ഒന്നും ഉപയോഗിച്ചില്ല. ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ്, കളവാശയങ്ങൾ. അത് സോഷ്യൽ മീഡിയയിൽ കൂടി നേതൃത്വങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ SDP-ക്കെതിരെ ചില പ്രവണതകൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ചില കാര്യത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു. ഇപ്പോ ഞങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന ആളാണ് PC ജോർജ്. PC ജോർജ് ഇപ്പം മിണ്ടണില്ലല്ലോ. എന്താ മിണ്ടാത്ത? PC ജോർജ് എന്ന് പറയുന്ന മനുഷ്യൻ SDP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എന്റെ മുമ്പിൽ നിന്ന് കൈകൂപ്പിയ കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നെ ഒന്ന് ജയിപ്പിക്കണം, നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ 5 കൊല്ലം നിങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ ഉറക്കമുടർന്നിരിക്കും ഞാൻ. PC ജോർജ് വെല്ലുവിളിക്കട്ടെ, ഞാൻ തെളിയിക്കാമല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ല. PC ജോർജിനോട് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ തോൽപ്പിക്കും. തോൽപ്പിച്ചില്ലേ? ഞങ്ങൾ ജയിപ്പിച്ച് ഇടതുപക്ഷത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല. PC ജോർജിന്റെ നിലപാട് ശരിയില്ല, അത് മാറ്റേണ്ടതുണ്ട്. UDF-കാരോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങളോട് വിരോധമൊന്നുമില്ല, പക്ഷെ നിങ്ങൾ ജയിക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾ LDF-കാരെ ജയിപ്പിക്കും. ഇവിടെ ഇന്നത്തെ മന്ത്രി തിരുവനന്തപുരത്ത് നേമം മണ്ഡലത്തിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ശിവൻകുട്ടി അത്ര നല്ലവനൊന്നുമല്ല. സ്വഭാവമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിയമസഭയിൽ കാണിച്ചിട്ടുള്ള കാട്ടായങ്ങളായ.
പക്ഷെ തമ്മിൽ ഭേദം തമ്മൻ. അവിടെ BJP ജയിക്കരുത്. അവിടെ രാജഗോപാലെന്നല്ല, അവിടെ അന്ന് മത്സരിച്ചത് പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തെ BJP-ക്കാരൻ ജയിക്കാൻ പാടില്ല. നിലപാടാണ് പാർട്ടിയുടെ. അവിടെ ഞങ്ങൾ ശിവൻകുട്ടിനെ ജയിപ്പിച്ചു. ശിവൻകുട്ടി നിഷേധിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിഷേധിക്കട്ടെ, പറ്റുമോ? ഇല്ല. ശ്രീധരനെ പാലക്കാട് ഞങ്ങൾ തോപ്പിച്ചില്ലേ? എന്തുകൊണ്ടാ? ഞങ്ങളവിടെ ജയിക്കുമെന്ന് കണ്ടിട്ടല്ല. കാസർഗോഡ് ലീഗുകാരനെയാണ് നമ്മൾ ജയിപ്പിച്ചത്. മഞ്ചേശ്വരത്ത് നമ്മൾ ജയിപ്പിച്ചത് ലീഗുകാരനെയാണ്. ലീഗുകാരന്റെ സ്വഭാവമല്ല മലപ്പുറത്തുകാർക്കറിയാം. ഞാനത് പറയുന്നില്ല. പാലം കയറുവാനും രാമായണ രാമായണ, താഴെയിറങ്ങുമ്പോ കൂരായണ കൂരായണ. നന്ദിയുടെ ലേവലേശം കാണിക്കാനെന്നല്ല, പറയാൻ പോലും താല്പര്യമില്ല. നേരം വെളുത്തു കഴിഞ്ഞാൽ പറയുന്നത് STP കാണാൻ കൊള്ളൂല, കേൾക്കാൻ കൊള്ളൂല. ഞങ്ങൾ കുത്തണം, ഞങ്ങൾ പൊക്കണം, ഞങ്ങളോട് ഇരുത്തണം. ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പാർട്ടിയുടെ വളർച്ച അധികം കാലമൊന്നും UDF-കാര് ചോറ് കൊടുക്കണ്ട, അധികം കാലം കൊടുക്കേണ്ടി വരില്ല. അപ്പുറത്തെ ഇലയൊക്കെ തുടച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏത് സമയത്താണ് സദ്യ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ട്. കുഞ്ഞാപ്പൂരിലെ ആള്, കുഞ്ഞാപ്പൂരെ സംബന്ധിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഞാൻ അതിലൊന്നും പറഞ്ഞു പോയി സമയം കളയുന്നില്ല. ഇവിടെ അതുകൊണ്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ ഇപ്പൊ വളരെ കേമമായിട്ട് വരുന്നത്. എന്ത് കണ്ടിട്ടാ ഇതിനകത്തേക്ക് ആളിങ്ങനെ തള്ളിക്കേറണ? നേതാക്കന്മാരായ ഞങ്ങൾക്കെന്നല്ല, ഞങ്ങൾക്ക് അങ്ങനെ വലിയ അഹങ്കാരമൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ പ്രവർത്തകർ, പുതിയതായി കടന്നു വന്നിരിക്കുന്നവർ എന്നല്ല, പഴയ ആളുകളെയും പുതിയ ആളുകളെയും, ഇതൊക്കെ ഞാൻ ചില കൺവെൻഷനിലൊക്കെ പറയാറുണ്ട്. മുഷ്ടി ചുരുട്ടി മൂക്കിലിടിച്ചവന്മാരുടെ കൈപ്പത്തി അധികം കാലം അങ്ങനെ ഇരിക്കൂല. അത് മാറും, അത് നിവരും, അത് സ്റ്റഡിയാവും. അതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഇപ്പൊ 40 സീറ്റൊക്കെ കിട്ടുക. നമ്മൾ പോലും ചിന്തിച്ചിട്ടില്ല. 40 സീറ്റ് STP വിചാരിച്ചാൽ കേരളത്തിൽ വിജയിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ ശരിയാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കൂട്ടം, ആളുകൾ പാർട്ടിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അത് പറയും. അവർ പറയുന്നത് വെറുതെയല്ല. ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും UP-യിൽ പോലും 17 സംസ്ഥാനങ്ങളില് വളരെ നല്ല രീതിയിൽ പാർട്ടിയിലേക്ക് പുതിയ ആളുകൾ കടന്നു വരികയും പാർട്ടി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ ആളുകൾ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായി ഉത്തരവാദിത്വബോധത്തോടെ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിയിൽ നിലനിൽക്കുന്നവരും വന്നവരെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടി ശിരസ ഏറ്റെടുക്കും. അതിന് ഒരു SDPയുടെ പ്രവർത്തകർ കേഡറാകട്ടെ, മെമ്പറാവട്ടെ, അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത അത് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പാർട്ടി ഏറ്റെടുക്കും. പാർട്ടി അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതിനി എത്ര വലിയ ഭരണാധികാരി ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര വലിയ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ച് വിഷയമല്ല. ഞങ്ങളത് അങ്ങനെ തന്നെ കൊണ്ടുപോകും. ഏത് പ്രവർത്തകന് ബുദ്ധിമുട്ടുണ്ടോ അവനെ ഞങ്ങൾ സംരക്ഷിക്കും. പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല. ഇത് കേഡർ സംവിധാനമാണ്, ഇത് കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ഇതാരെയും തറവാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സാധനമല്ല. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അച്ചടക്ക ബോധത്തിൽ മുന്നോട്ട്. അതുകൊണ്ടാണല്ലോ ഏത് സമയത്തും ആളുകളൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ അച്ചടക്കം, അനുസരണ വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നു. ഇത് തുടർന്നും പോകും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന 2 തരം, ഇന്ത്യ രാജ്യത്ത് 2 തരം ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഗ്രാമീണ ഇന്ത്യ, ഒന്ന് കോർപ്പറേറ്റുകളുടെ ഇന്ത്യ. നമ്മളെയൊക്കെ ഇന്ത്യ ഗ്രാമീണ ഇന്ത്യ. പക്ഷെ നരേന്ദ്രമോദി രൂപകൽപ്പന ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോ മുന്നോട്ട് പോകുന്നത് ഒരു കോർപ്പറേറ്റുകളുടെ ഇന്ത്യ സൃഷ്ടിക്കാൻ വേണ്ടി. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേറ്റ്
സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. ഇതുണ്ടാകുമ്പോ രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ചെറുതല്ല. കാരണം LIC അതിന്റെ ആളുകളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് 15 വർഷവും 30 വർഷവും 40 വർഷവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിക്കുന്ന പണം ചില കമ്പനികളിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്നു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പണവും അതിന്റെ ലാഭവും ഉപയോഗിച്ചുകൊണ്ടാണ് LIC മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് കോർപ്പറേറ്റുകളുടെ കൈകളിൽ പോകുമ്പോൾ ഈ LICയിൽ നിന്ന് കിട്ടുന്ന ലാഭം മുഴുവൻ അത് സ്വകാര്യ കുത്തക കമ്പനികളിലേക്ക് പോകും. അവരിൽ നിന്നായിരിക്കും പിന്നെ ലാഭവിഹിതം കിട്ടുമോ? കിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലാഭം കോർപ്പറേറ്റ് കമ്പനികളിൽ കൊണ്ടുപോയി അവരതിൽ നമ്മൾ കാണുന്നുണ്ട്. മൊബൈൽ കമ്പനികൾ ഒരു കാലത്ത് BSNL, ഇപ്പോൾ പല കമ്പനികളും വന്നു. അവരുടെ സർവീസ് എങ്ങനെയാണെന്നറിയാം. ഈ സർവീസ് കമ്പനികളില് ഇപ്പൊ അവർക്കെതിരെ ഒരു പരാതി കൊടുത്താൽ ആർക്കാണ് പരാതി കൊടുക്കുക? പക്ഷെ BSNL ഇന്നും നമ്മളൊരു പരാതി കൊടുത്താൽ അതിന് ചോദ്യമുണ്ട്, ഒരു അന്വേഷണമുണ്ട്, അതിനൊരു മറുപടിയുണ്ട്. പക്ഷെ സ്വകാര്യ ടെലിഫോൺ കമ്പനികൾക്ക് എതിരെ പരാതി കൊടുത്താൽ ആരാ അന്വേഷിക്കുന്നത്? ഇവരെ നിലനിർത്തുന്ന ആളുകൾ തന്നെയാണ് അന്വേഷിക്കാൻ വരുന്നത്. അവര് പറയും അവര് കുഴപ്പക്കാരല്ല, അവർ തുടരട്ടെ. പക്ഷെ BSNL ഞാൻ പറഞ്ഞത് പൊതുമേഖലാ സ്ഥാപനങ്ങളില് നമ്മളൊരു പരാതി കൊടുത്താൽ അതിനെതിരെ ചോദ്യമുണ്ടാകും. കാരണം അത് രാജ്യത്തെ പൗരന്മാരുടെ ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ മറ്റവർക്ക് അതില്ല. അപ്പൊ കോർപ്പറേറ്റുകളുടെ താല്പര്യം, മുതലാളികളുടെ താല്പര്യം ലാഭം ഉണ്ടാക്കുക. ആ ലാഭത്തിൽ നിന്ന് അവർക്ക് വളർച്ചയുണ്ടാക്കുന്നതിനപ്പുറം പൊതുജനങ്ങളോട് ഒരു താല്പര്യമില്ല. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ ഫാസിസ്റ്റ് വിരുദ്ധ സംവിധാനവുമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന, ഞാനിവിടെ റെയിൽ സമരത്തെ കുറിച്ചൊന്നും അധികം പറഞ്ഞു പോകുന്നില്ല, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെ കുറിച്ചൊന്നും അധികം പറയാത്തത് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ്. ഇവിടെ ഇന്ന് പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഈ ഫാസിസ്റ്റ് നയങ്ങൾ കർക്കശമായി എതിർക്കേണ്ടതുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ഇനി ഞങ്ങൾ CAയും NRCയും വ്യക്തമായിട്ട് വീണ്ടും ഞങ്ങൾ വരുമെന്നാണ് പറയുന്നത്. വരട്ടെ. സ്വന്തം രാജ്യത്ത് ജനങ്ങളെ ആട്ടിപ്പായിക്കണമെന്നുള്ള താല്പര്യമായി വരുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിന് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റ്, ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നടപടികളെ എതിർക്കേണ്ടത് നമ്മളുടെയും ബാധ്യതയാണ്. പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടും ഇവിടെ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ കണ്ടങ്ങൾക്ക് നന്ദി.